കാനഡ എന്ന വികസിത രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ഇന്നലെ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, ഇന്ത്യയും കാനഡയുമായിട്ടുള്ള ബന്ധം ഏറ്റവും മോശമാക്കിയ പ്രധാനമന്ത്രിയും കൂടെയാണ്. എപ്പോഴും ഇന്ത്യക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും അവിടെ താവളം ഒരുക്കി കൊടുക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ് ഈ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്നത്. എന്തിന് ഈ തീവ്രവാദികളെ ട്രൂഡോ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിന് ഒരു കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. ഈ ട്രൂഡോയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ഭരിക്കണമെങ്കിൽ അവിടെ സിഖുകാർ വലിയൊരു ഭൂരിപക്ഷമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതിൽ ഒരു തീവ്രവാദിയാണ് ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന തീവ്രവാദി. അയാളുടെ പാർട്ടിയുടെ എംപിമാരുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ ട്രൂഡോയ്ക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ ഈ ജഗ്മീത് സിംഗിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഈ ട്രൂഡോ സപ്പോർട്ട് ചെയ്തുകൊണ്ടത്. പക്ഷെ ഇന്ത്യയായിട്ടുള്ള ബന്ധം മോശമായുള്ള കാരണം അതല്ല. നിജാർ എന്ന് പറഞ്ഞൊരു ഖാലിസ്ഥാൻ തീവ്രവാദിയെ വധിച്ചത് ഇന്ത്യയാണ് എന്ന് യാതൊരു തെളിവുമില്ലാതെ ഇന്നലെ പുറത്താകും വരെയും യാതൊരു തെളിവും ട്രൂഡോയ്ക്ക് ലോകത്തിന് മുന്നിൽ ഹാജരാക്കാൻ പറ്റില്ല. അങ്ങനെ സ്വയം കോമാളിയായി മാറിയ ഒരു മനുഷ്യനാണ് ജസ്റ്റിൻ ട്രൂഡോ. ഈ ഇന്ത്യ കാനഡ ബന്ധം മോശമായതിന്റെ പേരിൽ മാത്രമല്ല, കാനഡയിലെ ജനങ്ങളുടെ ഇടയിലും 20% താഴെ മാത്രമായിരുന്നു പുറത്താകുന്ന സമയത്ത് ഈ ട്രൂഡോയുടെ അപ്രൂവൽ റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അവിടെ തൊഴിലില്ലായ്മ, കുടിയേറ്റ പ്രശ്നങ്ങൾ, ഈ കുടിയേറ്റത്തിനനുസരിച്ച് വീടുകൾ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാൽ പരാജയം. തീവ്ര ഇടതുപക്ഷക്കാരനായിരുന്നു, ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കും ലിബറലുകൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ലീഡറായിരുന്നു. പക്ഷേ ലോക പരാജയമായിരുന്നു. എന്തായാലും ഇന്നലെ ആ പരാജയം അവിടെ നിന്ന് പുറത്തു പോവുകയാണ്. ഇനി കാനഡ ഇന്ത്യ ബന്ധം ഇംപ്രൂവ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.